ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇന്ന് വീണയുടെ വളകാപ്പ് ചടങ്ങ്. എല്ലാവരും വീണയുടെ കയ്യിൽ കുപ്പി വളകൾ ഇടുമ്പോൾ സാംസ് വീണയുടെ കയ്യിൽ ഇടുന്നത് സ്വർണ്ണ വളയാണ്. കയ്യിൽ കിടന്ന കുപ്പി വളകളൊക്കെ ഊരി മാറ്റിയിട്ടാണ് രണ്ട് കയ്യിലും സാംസ് സ്വർണ്ണ വള ഇട്ട് കൊടുക്കുന്നത്. ഹരി ഒന്ന് നോക്കിയിട്ട് വളകൾ കണ്ട് വളരെ സന്തോഷത്തോടെ ഇരിക്കുകയാണ് വീണ. ഇതൊക്കെ കണ്ട് ദേഷ്യത്തോടെ തന്നെ ഹരി അവിടെ നിന്ന് പോകുന്നു. ഹരി പോയതിനു ശേഷം വീണയുടെ ചെവിയിൽ വന്ന് സാംസ് ഇങ്ങനെ പറയുന്നു, ഇത് ഹരിയെ എനിക്ക് വിട്ടു തരുന്നതിനുള്ള ആദ്യത്തെ പ്രതിഫലമാണ്. ഇനിയും ഞാൻ നിനക്ക് ഇങ്ങനെ സമ്മാനങ്ങൾ തന്നുകൊണ്ടേയിരിക്കും. ഞാൻ വാക്ക് മാറില്ല. ഞാൻ ഒരിക്കലും ആ മനുഷ്യനെ മോഹിച്ചിട്ടില്ല എന്നും അയാൾ നിങ്ങൾക്കുള്ളതാണെന്ന് വീണ പറയുന്നു. ഹരി പുറത്തേക്ക് വന്നു. ഇതൊക്കെ സാംസിന്റെ പ്രതികാരമാണ് എന്നാണ് ഇപ്പോൾ ഹരി വിചാരിക്കുന്നത്. എന്തായാലും ചടങ്ങ് കഴിഞ്ഞിട്ട് സാംസ് ഹരിയെ ഒന്ന് കാണാനുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ആ കാര്യത്തെപ്പറ്റിയും ഹരി ആലോചിക്കുന്നു. ഹരി പുറത്തുനിന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്ത് അവിടേക്ക് വേണു വന്നു. എടാ, ഇത് എന്തൊക്കെയാ നടക്കുന്നത് എന്ന് വേണു പറയുമ്പോൾ ഓരോരോ ചടങ്ങ് എന്ന് ഹരിയും പറയുന്നു. ചടങ്ങിന്റെ കാര്യമില്ല, അവളെന്തിനാ ഈ വീടിനകത്ത് കയറിയിരിക്കുന്നത്? ആ സംയുക്ത എനിക്ക് വേണു പറയുമ്പോൾ ഹരി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ അവള് സ്നേഹം നടിച്ച് കൂടിയിരിക്കുകയാണ്. അമ്മാവനാണെങ്കിൽ അവളുടെ പെരുമാറ്റം തിരിച്ചറിയുന്നില്ല. വീണയാണെങ്കിൽ എൻ്റെ ഏത് ശത്രുവിനെ കിട്ടിയാലും സ്വീകരിക്കുമല്ലോ. ഇത് കേട്ട് വേണു പറയുന്നു, ഇത് അപകടമാണല്ലോ, എത്രയും പെട്ടെന്ന് ഇത് വിലക്കണം. വേണം, അതിനുള്ള മാർഗങ്ങൾ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഹരി പറയുന്നു. കാട്ടുവള്ളി ചുറ്റുന്നത് പോലെ അവൾ ചുറ്റിപ്പിടിച്ചിരിക്കുകയാണ്. പടർന്നു കഴിഞ്ഞാൽ പിന്നെ നിലനിൽപ്പുണ്ടാകില്ല. പിന്നീട് കാണിക്കുന്നത് വളരെ സങ്കടത്തോടെ ഇരിക്കുകയായിരുന്നു സുജാത. സുജാതയുടെ അരികിലേക്ക് നിത്യ വന്നിരുന്നിട്ട് പറയുന്നു, അമ്മേ, നമുക്ക് ഒന്ന് അമ്പലത്തിലേക്ക് പോയാലോ? എനിക്കറിയാം അമ്മയ്ക്ക് ഇപ്പോൾ ഭഗവാനോട് പരാതി പറയാനുണ്ട്. എല്ലാം ഭംഗിയായിട്ട് അവസാനിപ്പിച്ചതിന് നന്ദിയും പറയാനുണ്ട്. അമ്മയുടെ സങ്കടം മാറിയോ എന്ന് ചോദിക്കുന്നു. അവള് അങ്ങനെ ഇരുന്ന് കരയുന്നത് കണ്ടപ്പോൾ വിശ്വസിക്കാതെ, പിന്നെ എന്ത് ചെയ്യാനാ മോളെ എന്ന് സുജാത. അവള് തെറ്റൊന്നും ചെയ്യില്ല അമ്മേ. അവൾ അമ്മ പറഞ്ഞ വാക്കിന്റെ അർത്ഥവും ആഴവും മനസ്സിലാക്കുന്ന കുട്ടിയാണ്. ഇനി ഇതുപോലുള്ള ഏത് സിറ്റുവേഷനിൽ പോയാലും അവളുടെ മനസ്സിൽ അമ്മയുടെ മുഖമായിരിക്കും. ആശ്വസിപ്പിക്കാൻ നിന്നെ കഴിഞ്ഞിട്ടേ ആളുള്ളൂ എന്ന് സുജാത. പിന്നെ അല്ലാതെ അമ്മ തകർന്നിരിക്കുന്നത് കണ്ടാൽ എനിക്ക് സമാധാനിക്കാനാവോ? അമ്മയുടെ മുഖത്തേക്ക് നോക്കുമ്പോഴാണ് എനിക്ക് ജീവിക്കാനുള്ള കൊതി പോലും ഉണ്ടാകുന്നതെന്നും നിത്യ പറയുന്നു. ജ്യോതി ഇപ്പോഴും കരച്ചിൽ നിർത്തിയിട്ടില്ല. അമ്മയെക്കുറിച്ച് തന്നെയാണ് അവൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാവം, ഞാൻ ആശ്വസിപ്പിച്ചിട്ടാണ് പോന്നത് എന്നൊക്കെ നിത്യ പറയുമ്പോൾ സുജാത പറയുന്നു, നമുക്ക് അമ്പലത്തിലേക്ക് പോകാം മോളെ. ഇനിയിപ്പോൾ ഉള്ളതെല്ലാം ദൈവത്തിന് കൊടുക്കാം. എണീറ്റ് വാ അമ്മേ, നമുക്ക് മനസ്സിന് ഇതൊക്കെ കഴുകി തിരിച്ച് കളയാനേ. അമ്മയൊന്ന് ചിരിച്ച് എന്നൊക്കെ നിത്യ പറയുന്നുണ്ട്. എൻ്റെ തണലാണ് അത്, വളരെ നോക്കണ്ടേ ഞാൻ എന്നും നിത്യ പറയുന്നു. ഇതേസമയം ഹരിയാണെങ്കിൽ കണക്കൊക്കെ നോക്കുകയായിരുന്നു. സംയുക്ത അവിടേക്ക് വരുന്നുണ്ട്. കയ്യിൽ ഒരു സമ്മാനപ്പൊതിയും. ഹരിയുടെ തൊട്ടരികിൽ സംയുക്ത ഇരുന്നിട്ട് ചോദിക്കുന്നു, എന്തു പറ്റി, പേടിച്ചോ? ഈ നാട്ടിൽ ഹരിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണെന്ന് ഞാൻ കണ്ടെത്തി. പാടത്തിനക്കരെയുള്ള ശ്രീരാമക്ഷേത്രം. സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഹരി പോയിരിക്കുന്ന സ്ഥലം അതാണല്ലോ. ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ഹരി വരുമല്ലോ എന്ന് പറയുന്നു. എനിക്ക് വേറെ ജോലിയുണ്ട് എന്ന് ഹരിയും പറയുന്നു. അപ്പോൾ ഈ നാട്ടിലെ ഭൂമിയുടെ കാര്യത്തിൽ തീരുമാനം എടുക്കണ്ടേ എന്ന് സംയുക്ത. അതിനിവിടെ നിയമങ്ങളുണ്ട്. പാടത്തിൽ പണിയെടുക്കുന്നവർക്ക് ചങ്കൂറ്റമുണ്ട്. നിന്നോട് രഹസ്യമായി ഒരു ഒത്തുതീർപ്പുണ്ടാക്കേണ്ട കാര്യം എനിക്കില്ല എന്ന് ഹരി. വാശി കാണിക്കരുത്, ഹരി വരണം. വന്നിട്ട് നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ട് ഹരിയുടെ നിലപാട് ഹരി എടുത്തോളൂ. എന്നിട്ടൊരു സമ്മാനം കൊടുക്കുന്നു. എന്താ ഇതെന്ന് ഹരി പറയുമ്പോൾ സംയുക്ത പറയുന്നു, എൻ്റെ ഒരു പ്രസന്റ് ആണ്, ഒരു ഷർട്ട്. ഇത് ഹരിക്ക് വേണ്ടി വാങ്ങിയതാണ്. അർഹതയില്ലാത്തത് എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഞാനത് സ്വീകരിക്കാറില്ല എന്ന് ഹരി. ഹരിയുടെ അടുത്തേക്ക് ചേർന്നിരുന്നിട്ട് സംയുക്ത ഹരിയെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇതൊരു പ്രസന്റ് അല്ലേ, ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു തരുന്നതല്ലേ, പിന്നെന്താ? ഇതിട്ടിട്ട് വേണം ഹരി എന്നെ കാണാൻ വരാൻ. ഇത് പിടിക്കുക എന്നൊക്കെ സംയുക്ത പറയുന്നു. ഹരിയുടെ കയ്യിൽ നിർബന്ധിച്ച് വെച്ച് കൊടുക്കുകയാണ് ആ ഷർട്ട്. ഹരി വരും, എനിക്ക് ഹരിയെ വിശ്വാസമാണെന്നും സംയുക്ത പറയുന്നു. ഹരി ഒരു കാര്യം സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് വാ പൊത്തുകയാണ് സംയുക്ത. രണ്ടുപേരും പരസ്പരം കണ്ണുകളിലേക്ക് നോക്കുന്നു. ശേഷം സംയുക്ത അവിടെ നിന്നും എണീറ്റ് പോകുന്നു. ഹരിയാണെങ്കിൽ ഷർട്ട് അവിടേക്ക് എടുത്തങ്ങ് വെച്ചു. എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ ഇരിക്കുന്നു. ശേഷം കാണിക്കുന്നത് സംയുക്ത ആ ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുന്നു. ഹരി വരും എന്ന പ്രതീക്ഷയിൽ ഭഗവാനെ തൊഴുതു നിൽക്കുകയാണിപ്പോൾ സംയുക്ത. ഹരി അവിടേക്ക് വന്നിരിക്കുന്നു. ഭഗവാനെ തൊഴുതതിന് ശേഷം ഹരിയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് സംയുക്ത. എൻ്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിയില്ല, ഈ നിറം ഹരിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് എന്ന് സംയുക്ത പറയുന്നു. ഹരി സംയുക്ത കൊടുത്ത ആ ഷർട്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നത്.
നമുക്ക് സംസാരിക്കാനുള്ളത് ഈ നാട്ടിലെ കൃഷിയിടങ്ങളെ കുറിച്ചാണ്. അതുകൊണ്ടാണ് നീ തന്ന ഈ ഷർട്ട് ഞാൻ ഇട്ടതെന്ന് ഹരി പറയുന്നു. എൻ്റെ നാടിന് വേണ്ടി എന്ത് വേഷം കെട്ടാനും ഞാൻ തയ്യാറാണെന്നും ഹരിക്ക് ഒരൊറ്റ ആവശ്യമേ ഉള്ളൂ, ഈ നാടിൻ്റെ മണ്ണ്, ഈ നാട്ടിലെ കൃഷി. പക്ഷേ പകരം എൻ്റെ ആവശ്യങ്ങൾ എന്താണെന്ന് ഹരി ചോദിച്ചില്ലല്ലോ എന്നെ സംയുക്ത പറയുമ്പോൾ ഹരി പറയുന്നുണ്ട്, നിനക്ക് എന്താണ് വേണ്ടതെന്ന്. നോക്കൂ ഹരി, കുറെ കാലമായി ആർക്കും തകർക്കാൻ കഴിയാത്ത ഒരു കോട്ടയ്ക്കകത്തായിരുന്നു ഞാൻ. എൻ്റെ ചങ്കൂറ്റം കൊണ്ട്, തൻ്റെ ഇടം കൊണ്ട് ഞാൻ കെട്ടി ഉയർത്തിയ കോട്ടയ്ക്കുള്ളിൽ അത് തകർക്കാൻ ആർക്കും തന്നെ ധൈര്യമില്ലായിരുന്നു. എന്തിന് അതിനു മുന്നിൽ വന്ന് ഉറക്കെ സംസാരിക്കാൻ പോലും ചങ്കൂറ്റമുള്ള ഒരുത്തനെയും ഞാൻ കണ്ടില്ല. പക്ഷേ ഇപ്പോൾ ആ കോട്ട തകർന്നു. സാംസനെ നേർക്ക് നേരെ നിന്ന് തോൽപ്പിച്ച് ആണൊരുത്തൻ ആ കോട്ട ഇടിച്ചു പൊളിച്ച് അകത്തേക്ക് കയറി. അത് നിങ്ങളാണ്. എനിക്കൊരാളെ അംഗീകരിക്കാൻ തോന്നുക അത് നിസ്സാര കാര്യമല്ല. എൻ്റെ വായിൽ നിന്നും ഒരു നല്ല വാക്കിനു വേണ്ടി എൻ്റെ പാർട്ട്നേഴ്സ്, ബിസിനസ് ഗ്രൂപ്പിലെ വമ്പന്മാർ എല്ലാവരും കാതോർത്തിരിക്കും. പക്ഷേ അങ്ങനെ ഒരാളും കേട്ടിട്ടില്ല, താങ്കൾ അല്ലാതെ. സംയുക്ത മേനോന്റെ അഹങ്കാരങ്ങൾ തകർത്തത് നീ, എൻ്റെ മനസ്സിലെ കോട്ട പൊളിച്ച് അകത്ത് വന്നത് നീ. സംയുക്ത മേനോനെ കുറിച്ചുള്ള വീരകഥകൾ കേൾക്കാൻ എനിക്ക് നേരവുമില്ല, താല്പര്യമില്ല. അതുകൊണ്ട് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് നീ അത്രയും ഹരി പറയുമ്പോൾ സംയുക്ത പറയുന്നു, വെയിറ്റ്, എനിക്ക് പറയാനുള്ളത് എൻ്റെ ജീവിതത്തിലെ നിർണായക കാര്യമാണ്. എനിക്കിപ്പോൾ ഫസ്റ്റ് ടൈം ഒരു പുരുഷനോട് ക്രഷ് തോന്നി. ക്രഷ് അല്ല, പ്രണയം. ഹരി എനിക്ക് ഇഷ്ടമാണെന്ന് സംയുക്ത പറയുമ്പോൾ ഞെട്ടലോടെ ഹരി സംയുക്തയെ നോക്കുന്നു. വിശ്വസിക്കാനാകാതെയാണ് ആ നോട്ടം. ഇനിയുള്ള എൻ്റെ ജീവിതത്തിൽ ഹരി എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് എനിക്ക് തോന്നി എന്ന് സംയുക്ത പറയുമ്പോൾ ഹരി പറയുന്നു, പണ്ട് ഭൂമിയിൽ മുനിവര്യന്മാർ തപസ് ചെയ്യുമ്പോൾ സ്വന്തം സ്ഥാനം നഷ്ടമാകുമെന്ന് പേടിച്ച് ദേവേന്ദ്രന്മാർ അപ്സര കന്യകമാരെ ഇറക്കും. ആടെയും പാടിയും കൊഞ്ചിയും കുഴഞ്ഞും ലക്ഷ്യത്തിൽ നിന്നും ആ മഹാമുനിമാരെ പിന്തിരിപ്പിക്കും. ഇവിടെ പകരം ആരെയും തിരഞ്ഞെടുക്കാതെ ഒരു അപ്സരസായിട്ട് നീ തന്നെ എൻ്റെ മുന്നിലേക്ക് ഇറങ്ങിയിരിക്കുകയാണോ? നീ എന്താ ഈ നാട്ടിലെ ആണുങ്ങളെ കുറിച്ച് കരുതിയിരിക്കുന്നത്? തൊലി വെളുപ്പം അപ്പം സ്റ്റൈലിഷാണ് എന്നൊരു തോന്നലും വെച്ച് ഇവിടത്തെ ഉള്ളവരുടെ മനസ്സിളക്കാമെന്നോ? അത് നീ പ്രതീക്ഷിക്കേണ്ട. ഇവിടെയുള്ളവർക്ക് നിന്നെ പോലെയുള്ളവരെ നിർത്തേണ്ടത് എങ്ങനെയാണെന്ന് കൃത്യമായൊരു ധാരണയുണ്ട്. അതായത് ഈ ഞാനടക്കമുള്ള ഇവിടുത്തെ ആൺകൂട്ടം. സംയുക്ത പറയുന്നു. ഹരി തെറ്റിദ്ധരിച്ചു. ഇത് ഞാൻ ഇവിടെ കാണിക്കുന്ന ഒരു ആവേശമല്ല, ഇത് ഹരി ചിന്തിക്കാനുമല്ല, ഇത് സത്യമാണ്. ദേഷ്യത്തോടെ ഹരി പറയുന്നു, നിർത്തടി, ഞാനേ ഒരു ഭർത്താവാണ്. ആരുടെയെന്ന് സംയുക്ത ചോദിക്കുന്നു. വീണയും ഹരിയുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. വീണയുടെ വയറ്റിലുള്ള കുഞ്ഞിൻ്റെ അച്ഛൻ നിങ്ങളല്ല എന്നും അറിയാം. എനിക്ക് സംയുക്ത പറയുമ്പോൾ ഹരിയങ്ങ് ഒരുമാതിരി നാണം കെട്ടതുപോലെയാകുന്നുണ്ട്. വീണ്ടും സംയുക്ത പറയുന്നു, പിന്നെ എന്താണ് ഭർത്താവ് എന്ന് പറഞ്ഞതിനർത്ഥം? വീണ മുഖത്ത് നോക്കി പറഞ്ഞിട്ടില്ലേ നിങ്ങളുടെ കൂടെ ജീവിക്കാൻ അവൾക്ക് കുറച്ചിലാണെന്ന്, അവൾക്ക് അറപ്പാണെന്ന്? എന്നിട്ടും എന്തിനാണ് അങ്ങനെ ഒരു ജീവിതമായി മുന്നോട്ട് പോകുന്നത്? വീണയുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് ഹരിക്ക് എന്നെ വിവാഹം കഴിക്കാമെങ്കിൽ ഹരിയുടെ ഈ ഗ്രാമത്ത് എൻ്റെ കമ്പനി ഒരു നിമിഷം പോലും ഉണ്ടാവില്ല. ഇത് എൻ്റെ വാക്കാണ്. ഇത് കേട്ട് ഹരി ഒരു നിമിഷം അതിനെപ്പറ്റി ആലോചിക്കുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.